കേരളത്തിലെ രാഷ്ട്രീയ രംഗം ശരിക്കും ചൂടുപിടിച്ചിരിക്കുകയാണല്ലേ. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. NDTV അടുത്തിടെ പുറത്തുവിട്ട ഒരു സർവേ സത്യം പറഞ്ഞാൽ ചില അപ്രതീക്ഷിത സൂചനകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്കതിലേക്ക് നേരിട്ട് കടക്കാം. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഇത്തവണ ഒരു ഫോട്ടോ ഫിനിഷ് നമ്മൾ കാണുമോ? അതായത് ഒരു മുന്നണിക്കും വ്യക്തമായിട്ട് ഒരു ഭൂരിപക്ഷം കിട്ടാതെ വരുമോ? ഈ പുതിയ സർവേയിലെ ഓരോ കണക്കുകളും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ മൂഡ്, അതായത് രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണെന്നൊന്ന് നോക്കാം. ജനങ്ങൾ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു? സർവേ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ, ഈ സർവേയുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് വെറും 2.5 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത് വരുന്നത്. അതായത് എല്ലാ പാർട്ടികളും അവരുടെ അവസാനഘട്ട പ്ലാനിങ്ങും തന്ത്രങ്ങളുമൊക്കെ മെനയുന്ന ഒരു കീലനിർണായക സമയത്ത്. അതുകൊണ്ടുതന്നെ ഈ സർവേയിലെ കണ്ടെത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും വിധി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നിലവിലെ സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് ജനം നൽകുന്ന മാർക്ക് എത്രയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഈ സർവേയിലെ ഏറ്റവും വലിയ തലക്കെട്ടെന്ന് പറയാം. 51%. അതായത് പകുതിയിൽ കൂടുതൽ വോട്ടർമാരും പിണറായി സർക്കാരിന്റെ പ്രകടനത്തിൽ തൃപ്തരല്ല. ഇത് വളരെ വ്യക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് കാണിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ 51% എന്ന കണക്ക് എങ്ങനെയാണ് വന്നെന്ന് നോക്കിയാലോ. 31% പേർ വളരെ മോശമെന്നും 20% പേർ മോശമെന്നും പറയുന്നു. ഇവ രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ആ അസംതൃപ്തിയുടെ വലിയൊരു കണക്ക് വരുന്നത്. ഇനി നമുക്ക് മറുവശം നോക്കിയാൽ 23.8% പേർ മികച്ചതെന്നും 10% വളരെ മികച്ചതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ജനവികാരം രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമായി വരുന്നത്. നോക്കൂ, ഇത് വളരെ ശ്രദ്ധേയമായൊരു കണ്ടെത്തലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രതിപക്ഷ നേതാവായ VD സതീശനെയാണ്. 22.4% പേർ. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 18%മായി 2ാം സ്ഥാനത്താണ്. അതിലും രസകരമായൊരു കാര്യം 16.9%മായി KK ശൈലജ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ വ്യക്തികളെയും ഭരണത്തെയും കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് യഥാർത്ഥ ഹോഴ്സ് റേസിലേക്ക് വരാം. ഏത് മുന്നണിക്കാണ് മുൻതൂക്കം? വോട്ട് ഷെയറിന്റെ കണക്കുകൾ എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെയാണ് കളി ശരിക്കും മുറുകുന്നത്. UDFന് 32.7% വോട്ട് ഷെയറുമായി ഒരു ചെറിയ ലീഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടുപിന്നിലെ തന്നെ LDFുമുണ്ട് 29.3%വുമായി. തമ്മിലുള്ള വ്യത്യാസം വെറും 3.4% മാത്രം. ഇതെപ്പോൾ വേണമെങ്കിലും മറിയാവുന്ന ഒരു ചെറിയ ലീഡ് മാത്രമാണ്. ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രവചനാതീതമാണെന്ന് ഈ ഒരൊറ്റ കണക്ക് തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ UDFന് ചെറിയൊരു മുൻതൂക്കമുണ്ട്. എന്നുവെച്ച് കഥ കഴിഞ്ഞുവെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഈ കളിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചില ട്വിസ്റ്റുകൾ ഈ സർവേയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. 15% വോട്ടർമാർ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഈ 15% എങ്ങോട്ട് ചായുന്നോ അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. UDFന്റെയും LDFന്റെയും വോട്ട് ഷെയർ വ്യത്യാസത്തിന്റെ 4 ഇരട്ടിയിലധികം വരും ഈ 15%. ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും UDFന് അത്ര സന്തോഷിക്കാൻ വകയില്ല. കാരണം ഇതാ ഒരു അപകട സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40% വോട്ട് നേടിയ UDFന് ഈ സർവേ പ്രവചിക്കുന്നത് വെറും 32.7%. അതിന്റെ അർത്ഥം അവരുടെ ബേസ് വോട്ടിലൊരു ഇടിവ് വന്നിട്ടുണ്ട്. ഇതവർക്ക് വലിയൊരു തലവേദന തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുന്ന മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി കോൺഗ്രസിലെ ഗ്രൂപ്പിസം. 42% വോട്ടർമാർ ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. രണ്ടാമതായി നമ്മൾ നേരത്തെ കണ്ട ആ നേരിയ ലീഡ്. പിന്നെ മൂന്നാമത്തേത് NDAയുടെ സാന്നിധ്യം. അവർ പിടിക്കുന്ന ഓരോ വോട്ടും ഇരുമുന്നണികളെയും ഒരുപോലെ ബാധിച്ചേക്കാം. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ചിത്രം? ഒരു വശത്ത് സർക്കാരിനെതിരെ ശക്തമായൊരു വികാരം, അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന UDF. മറുവശത്ത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഭരണം നിലനിർത്താൻ പോരാടുന്ന LDF. ഫലമെന്താവും? സർവേ പറയുന്ന ഒരേയൊരു കാര്യം ഇതാണ്: പോരാട്ടം ഇഞ്ചോടിഞ്ചായിരിക്കും ഉറപ്പ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും: മൂന്നാമതൊരാൾ കളി മാറ്റുമോ? NDA ഏകദേശം 20% വോട്ട് പിടിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഇത് സംഭവിച്ചാൽ
UDF-നും LDF-നും കേവല ഭൂരിപക്ഷം കിട്ടാതെ വരുമോ? കേരളം ഒരു തൂക്കുസഭ എന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കാണോ പോകുന്നത്? അപ്പോൾ ഈ സർവേയുടെ അവസാന വാക്കിതാണ്. കണക്കുകളിൽ UDF-ന് നേരിയ ഒരു മുൻതൂക്കമുണ്ട്. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരവും എങ്ങോട്ട് തിരിയുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത ആ 15% വോട്ടർമാരും ചേരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആർക്കും ജയിക്കാവുന്ന ഒരു തുറന്ന പോരാട്ടമായി മാറുകയാണ്. കേരളം ആരെ തെരഞ്ഞെടുക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരുന്നേ മതിയാകും.